കോളറ രോഗലക്ഷണങ്ങളോടെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തലവടി സ്വദേശി പി.ജി. രഘു അന്തരിച്ചു. രക്തപരിശോധനയിൽ കോളറയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും വിസർജ്യ സാമ്പിൾ പരിശോധിച്ചതിൽ കോളറ കണ്ടെത്താനായില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട്. തലവടി പഞ്ചായത്തിൽ കോളറ രോഗബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. കടുത്ത വയറിളക്കവും ഛർദിയുമായാണ് തലവടി സ്വദേശിയായ പി.ജി. രഘുവിനെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സാന്നിധ്യം കണ്ടെത്തിയത്. വിസർജ്യ പരിശോധനാ ഫലം വരും മുമ്പായിരുന്നു രഘുവിന്റെ അന്ത്യം. എന്നാൽ വിസർജ്യ സാമ്പിൾ പരിശോധനയിൽ കോളറ കണ്ടെത്താനായില്ല. 2 പരിശോധനാ ഫലവും പോസിറ്റീവാണെങ്കിൽ മാത്രമേ കോളറ സ്ഥിരീകരിക്കാനാവൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. തലവടി പഞ്ചായത്തിൽ കോളറ രോഗബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സാധാരണയായി മലിനമായ ജലവും ഭക്ഷണവും വഴിയാണ് കോളറ പടരുന്നത്. പെട്ടെന്നുണ്ടാകുന്ന കഠിനമായതും വെള്ളം പോലെയുമുള്ള വയറിളക്കമാണ് കോളറയുടെ രോഗലക്ഷണം. മിക്കപ്പോഴും ഛർദിയും ഉണ്ടാകും. ഇതേ തുടർന്നുണ്ടാകുന്ന നിർജ്ജലീകരണം തളർന്നു കുഴഞ്ഞ അവസ്ഥയിലേക്ക് രോഗിയെ എത്തിക്കും. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകാനും സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത്. ഭക്ഷ്യവസ്തുക്കൾ നന്നായി വേവിച്ച് മാത്രം കഴിക്കുക. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈകൾ നന്നായി കഴുകുക. പച്ചക്കറികളും പഴങ്ങളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം പാകം ചെയ്യുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. പരിസരം ശുചിയായി സൂക്ഷിക്കുക. വയറിളക്കമോ ഛർദ്ദയോ ഉണ്ടായാൽ ധാരാളം വെള്ളം കുടിക്കുക. ഇടയ്ക്കിടെ ORS പാനീയം കുടിക്കുക. രോഗലക്ഷണം കണ്ടാൽ എത്രയും വേഗം ചികിത്സ നേടുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ ഈ വേനൽക്കാലത്ത് പൂർവാധികം ശ്രദ്ധയോടെ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്